അധികം എടുത്ത് എപ്പുറത്തോട്ട് മാറ്റിയിട്ടേടി അതങ്ങോട്ട് ഇത് അവിടുന്ന് മാറ്റി എപ്പുറത്തോട്ട്. ഇങ്ങോട്ട് ചേർത്തിട്, ഇങ്ങോട്ട് കയറ്റിയിട്ടത്. അമ്മേ അക്കരയുടെ പിള്ളേരെല്ലാം പറഞ്ഞെടുക്കണ്ടു ഇവള് ആരുടെ ലൈനാന്ന് സത്യമാണോടി? നീ എൻ്റെ ബിബിനെ ഒന്ന് അടങ്ങ്. അവളെല്ലാം എന്നോട് പറഞ്ഞതാ. ഇപ്പൊ ഒന്ന് പറഞ്ഞായിരിക്കും അല്ലേ? അല്ല, അവൾ എന്നോട് നേരത്തെ പറഞ്ഞതാ. അമ്മയ്ക്ക് അറിയായിരുന്നോ? എന്നിട്ട് അമ്മ എന്നോട് പറയാഞ്ഞത്? ഞാൻ നാട്ടുകാർ പറഞ്ഞിട്ട് വേണം അറിയാൻ. എന്നോട് ഞാൻ നേരത്തെ പറയാഞ്ഞതാ. നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്. എന്നേലും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു ചാടുന്ന സ്വഭാവമാണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറ. വാടി. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ പൊട്ടൻ. ഈ കല്യാണം നടക്കുന്നുണ്ട് കാണണം. എടാ നിന്റെ പെങ്ങൾക്ക് കിട്ടാൻ പറ്റിയതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രപ്പോസലാണ് ഇത്. ഇതാണ് നീ എത്ര വലിയ അന്വേഷണം അന്വേഷിച്ചത്? ഉള്ളതല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ആദ്യമായിട്ടാ നല്ലൊരു പ്രപ്പോസൽ ഒന്നും മുടക്കുന്ന ആങ്ങളെ കാണുന്നത്. എടാ ഞാൻ അവിടുത്തെ മൂത്ത ആളല്ലേ. എന്നോട് പറയാതെ അമ്മയും അവൾ കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു കല്യാണമാണിത്. എനിക്കിത് മുടക്കണം. നാളെ ഒരു പെണ്ണ് കാണാൻ വരുന്നുണ്ട്. നമുക്ക് ഈ പരിപാടി ഉഴപ്പണം. അപ്പം നാളത്തെ ഫുഡ് അവിടുന്ന് നിന്നെ ആ പരിസരത്ത് കണ്ടുപോരുത്. ഇവനെ പോലെ ഒരു അവനീ ആലോചന കൊണ്ടുവന്നപ്പം ആദ്യം ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. അല്ല, പെണ്ണിനെയും വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ ജോലി എന്ന് പറഞ്ഞാൽ? ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. ഏത് ഈ വീടിൻ്റെയും 10 കെട്ടിടത്തിൻ്റെയൊക്കെ മേളിൽ കയറുന്ന അതൊക്കെ. അത് റിസ്ക്കാ. അത് റിസ്ക് കേട്ടോ. നമുക്ക് നോക്കി കല്യാണം വേണ്ട. കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് താഴെ കുത്തി താഴെ പിടിക്കുന്നു അല്ല. അതിപ്പോൾ ചേട്ടാ ഏത് ജോലിക്ക് അതിൻ്റെ റിസ്ക് ഇല്ലാത്ത? ഇതും ഇങ്ങനെ മേളിലൊക്കെ കയറി തലയും കുത്തി താഴെ വീണ് കാലൊക്കെ കുടിഞ്ഞ് ഞാൻ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ചായ കുടിച്ചാലോ? എന്നാൽ നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ, എപ്പോഴായിരുന്നു? അയ്യോ, അത് കഷ്ടമായിപ്പോയല്ലോ. എന്താ പറ്റി? അവൻ്റെ ഓഫീസിലെ ഒരു സാറ് മരിച്ചെന്ന്. മോളെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ജോലി റിസ്ക്കാ. നമുക്ക് ഈ കല്യാണത്തിന് വേണ്ട മോളെ. ഇത് ഓഫീസിൽ ഇരുന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചതാ. മോളെ എന്നാലും റിസ്ക് അല്ലേ? ചേട്ടായിക്ക് എന്തെങ്കിലും കിട്ടിയ അങ്ങും പെരിപ്പിച്ചോണം ഇട്ട്. എന്നാലും റിസ്ക് അല്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞ് അറിയാത്ത വെള്ള ചൊറിയും പറയും. ഹലോ, നീ ഇതെവിടെയാ? നീ എന്താ ഈ ചിൽഡ്രൻസ് പാർക്കിൽ വന്ന് നിൽക്കുന്നേ? ഓഫീസിൽ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. നമുക്ക് ഇവിടെ വന്നിരിക്കാൻ നോക്കാം. ശരിയാ, നല്ല സമാധാനം കിട്ടുന്ന സ്ഥലമാണല്ലോ ചിൽഡ്രൻസ് പാർക്ക്. തമാശയല്ല. എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആലോചിക്കായിരുന്നു. ഞങ്ങളുടെ ജോലിയൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഓഫീസിൽ എ സിക്കകത്ത് ഇരിക്കുന്ന ഒരാളായി കുഴഞ്ഞു വീണ് മരിച്ചത്. എന്ത് ചെയ്യണം എന്നൊരു പിടിയും കിട്ടുന്നില്ല. എടാ, ഇപ്പം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്നാലും കുഴഞ്ഞു വീണ് മരിക്കുന്നവരില്ലേ? അത് ശരിയാ. അല്ല, ആ സാറിൻ്റെ വൈഫിന് ജോലിയുണ്ടോ? അവർക്ക് 2 കുഞ്ഞു പിള്ളേരല്ലേ? ഇപ്പം അവരുടെ കാര്യം എങ്ങനെയാ? അതിനുള്ള വഴിയൊക്കെ പുള്ളി നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന് എന്തായാലും 2 കോടി രൂപ കിട്ടും. അത് ബാങ്കിലിട്ടാണല്ലോ അവർക്ക് ജീവിക്കാമല്ലോ. 2 കോടിയോ? അതെങ്ങനെ? പുള്ളി മുമ്പ് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൈസയാണ്. അത്രയും പൈസ കിട്ടുമോ? അപ്പോൾ ഒത്തിരി പൈസ ആയിക്കാണല്ലോ എടുത്തപ്പോൾ? അങ്ങനെ അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല. മാസം 400-500 രൂപ വരെ തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. ഞാനവിടെ ചേർന്നപ്പോൾ എന്നോട് സാറ് പറഞ്ഞ ഒരു ടൈം ഇൻഷുറൻസ് കൂടാൻ. ഇതിപ്പോൾ എവിടെ നിന്ന് എടുക്കുക? അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസ് എല്ലാം കമ്പയർ ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഇത് പ്രവാസികൾക്കും എടുക്കാൻ പറ്റുമോ? പിന്നെ പ്രവാസികൾ ഇപ്പം പുറത്തുനിന്ന് എടുക്കുന്നേക്കാളും 30-50% വരെ വിലക്കുറവിൽ എടുക്കാൻ പറ്റും. എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടല്ലോ. ഞാൻ എന്തായാലും ഒരെണ്ണം എടുക്കണം എന്ന് ആലോചിച്ചിട്ടിരിക്കുക. ഇപ്പോൾ ചായ കുടിച്ചാലോ? ഇതൊക്കെ
എന്തിനാ എന്നോട് മേടിക്കാൻ പറഞ്ഞു? ചേട്ടായോട് പറയാൻ മേലെ. പിന്നെ 5 കിലോ അരി എടുക്കാൻ നിനക്ക് തന്നെ എത്ര വലിയ പാടാണോ? പ്രേമിച്ച് നടക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. വേറെ എന്തെങ്കിലും കൊണ്ട് പറഞ്ഞാൽ ഞാൻ മേടിച്ചു തരാം. അമ്മേ ഇവിടെ പോട്ടോ. നിങ്ങൾ മോക്ക് കണ്ടുപിടിച്ചില്ല വർത്തനെ, ഒരു യോഗിനെ വർത്തനെ. എവിടെ നിന്ന് ഇറങ്ങി വന്നറിയോ? ബാറിന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവനെ വേണ്ടെന്ന്. അവൻ കോളത്തിലെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ എന്തിനാ ഇപ്പം അവിടെ പോയേ? ചില്ലറ മാറാൻ പോയതായിരിക്കും. അവൻ ഓരോന്നും കണ്ടുപിടിച്ചോണ്ട് വന്നേക്കും. വാടി ഇങ്ങോട്ട്. ആ ചേട്ടായി ഫ്രീ ആകുമ്പോഴേ ഈ അയലത്തെ അദ്ദേഹം എന്ന് പറഞ്ഞ സിനിമ ഒന്നുകൂടി കാണും. അപ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും കേട്ടോ. അച്ഛാ മഴക്കാലം തുടങ്ങിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനത്തെ ചെയ്യുന്നേ? ഇതൊക്കെ ഇപ്പോഴാണ് ചെയ്യണം. കാറ്റും പേമാരി എപ്പോഴാണ് കുടുംബത്തേക്ക് കയറി വരുന്നത് പറയാൻ പറ്റത്തില്ല. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനെ ഈ കാണുന്ന ഭംഗിയൊക്കെ ഉള്ളൂ, നിറച്ച് മുള്ള. മോനെ ആ കഴിക്കാൻ വാ. നിന്നെ അല്ല വിളിച്ചേ, ഇവരെയാ വിളിച്ചേ. എന്തോ സീരിയസ് പ്രശ്നമാണല്ലോ. അത് മാത്രമല്ലടാ, ഇപ്പം ഉണ്ടല്ലോ ഡേറ്റ് എടുക്കുന്നൂറേ ഡോക്ടർ കോംപ്ലിക്കേഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു വല്ലാത്ത ടെൻഷനാ. ഞാൻ വിളിക്കടാ. ഈ ഗർഭം ഉണ്ടാകുക, കുട്ടികളുണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഈ ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഈ ടെൻഷൻ ആകരുതെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിലും ഡോക്ടർമാരിലും ഒക്കെ അങ്ങ് വിശ്വസിക്കുക, എല്ലാം നല്ലപോലെ നടക്കുള്ളൂ. അളിയ ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറച്ച് സ്നേഹത്തോടെ ഒന്ന് പറയാം. അളിയ എനിക്ക് നല്ല ടെൻഷനുണ്ട്, അളിയന് അതിനേക്കാളും നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ചെറുതടിച്ചാലോ? പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ? ആ കെട്ടിച്ചു വിട്ട് ഇവിടെ തന്നെ ഉണ്ടോ എപ്പോഴും? അതിനേക്കാളും നിർബന്ധം അങ്ങേർക്കാ ഇപ്പം ഇവിടെ വരണം എന്ന്. ഒരു സമയത്ത് അവൻ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുമായിരുന്നു. അവൻ അളിയില്ലാതെ പറ്റത്തില്ലെന്നായി. 2 അളിയന്മാരും കൂടി രാവിലെ പോയതാ. ഇതിപ്പോൾ ഫോൺ പോലും എടുക്കത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാനും അവനെ കണ്ടിട്ടില്ല. എവിടെയാണോ? ഇനി അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്താലോ? എന്താ ഒരു നല്ല കാര്യം പറയുന്നുണ്ട്. അല്ല ഞാൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നു? എന്നെ പറ്റി? കാല് തട്ടിന്നോ? കാലുവേദനയാന്നോ? എന്നെ പറ്റി? കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവനിപ്പോൾ പാൽ കുടിച്ച് കിടന്ന് ഉറങ്ങുക. കുഴപ്പമൊന്നുമില്ല അളിയെ. ഞാൻ നടന്നു പോകുന്ന വഴിക്ക് കസരയുടെ കാല് എൻ്റെ ചെറുവിരലൊന്ന് തട്ടി. അതായിരുന്നു ഞാൻ പറഞ്ഞല്ലേ വരണ്ടാന്ന്. എൻ്റെ ആളി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇനിയിപ്പോൾ എങ്ങനെ ഇതും വെച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റുമോ? വരെയൊക്കെയല്ലോ ഡോക്ടറെ പോയി കാണിക്കുക. അതൊക്കെ കാണിക്കളിയെ. അളിയപ്പാ കയറിയിരിക്കും. ഇല്ലില്ല, ഞാനേ ലഞ്ച് ബ്രേക്ക് ഉണ്ടായി പെട്ടെന്ന് ഇറങ്ങിയതാ. ഞാൻ പോയിട്ടേ വൈകുന്നേരം ഇറങ്ങാം. അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കാണിക്കാം, എല്ലാം റെസ്റ്റ് എടുക്കും കേട്ടോ. ചായ കൊച്ചിനെ ഒന്ന് കണ്ടേച്ച് പോ. എടി അത് ഞാനേ കുറച്ച് തിരക്കാം, ഞാൻ വൈകുന്നേരം വരാം. കേട്ടോ, വൈകുന്നേരം വന്നിട്ടേ. നിങ്ങളിത് എവിടെയാ? എപ്പോൾ പോയതാ? ആ ലൊക്കേഷൻ ഇങ്ങ് അയച്ചേ. അയച്ചേ. നോക്കട്ടെ. എന്നാ പറ്റിയേ? എൻ്റെ അമ്മ, ഞാൻ മുമ്പ് എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഈ അച്ഛൻ തന്നെ ചോദിക്കും, നീ എവിടെയാ? ലൊക്കേഷൻ ഇങ്ങ് അയച്ചേന്ന്. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞും അളിയന്മാരൊന്ന് തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇതിപ്പോൾ എന്നതാ? എന്നെ കൊച്ചിനെ ഇപ്പോൾ വേണ്ട, ഇവിടെ കൊണ്ടേ ആക്കിയിട്ട് അച്ഛൻ്റെ കൂടെ വണ്ടി പണിക്ക് അത് ഇത് എന്നാ ഉണ്ടെങ്കിലും സംശയത്തിന് തുരുതുരാ വിളി. എനിക്കറിയാൻ പാടില്ല. എടിയാ, അവൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനാ സിജ. നിന്റെ കെട്ടിയാൻ വന്നു കഴിഞ്ഞപ്പം അവനെ അങ്ങ് തഴഞ്ഞു. അവൻ ആരെയെങ്കിലും ഒന്ന് ഇണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ടുമായിരിക്കും കൂട്ട്. അപ്പം അച്ചാച്ചനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം. അതേ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. എൻ്റെ ചേട്ടായിക്ക് അനുയോജ്യമായ വധുവിൻ്റെ വീട്ടിൽ നിന്നും കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു. അമ്മായിയെ പോരില്ലാത്ത അമ്മായിയമ്മ ഗ്യാരണ്ടി. സത്യ എൻ്റെ പോത്ത് അമ്മേനെ നേരത്തോട് പറഞ്ഞാൽ ഇതെല്ലാം ഉടക്കുവാണല്ലോ.
ഓക്കെ. എന്നാൽ നമുക്ക് അത് നീ വേറൊന്നും സാധനം പറയാം. നടന്ന വഴിക്കേ കസരയുടെ എന്നോട് അത് എന്നായിരുന്നു? കുഴപ്പമില്ല അളിയാ. ഇന്നലെ ഞാനേ നടന്ന വഴിയെ കട്ടിൽ സോറി ഒന്നുകൂടെ. നിന്റെ അവന്റെ ഏറ്റവും വലിയ അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാ. ചെറുവിരലിനൊരു ചെറിയ വേദനയുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ മെസ്സേജ് അല്ലേ വീണ്ടും പറഞ്ഞു വിടുവാ